നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 11 വ്യാഴാഴ്ചയാണ്. ഇന്ത്യൻ വിപണിയിലേക്ക് വരാം. തുടർച്ചയായിട്ടുള്ള 6ാമത്തെ ദിവസവും പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത നിഫ്റ്റി 25,000 എന്ന മാർക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ടച്ച് ചെയ്യുകയുണ്ടായി. പക്ഷേ സസ്റ്റെയിൻ ചെയ്തില്ല. തിരിച്ച് 24,973 ക്ലോസ് ചെയ്യുന്നത്. കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഇന്നലെ മിഡ് ക്യാപ്പ് ആയിരുന്നു. ഇന്നത്തെ ഏറ്റവും ടോപ്പ് ഹെഡ്ലൈൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഇന്ത്യയും US-ഉം തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ പുനരാരംഭിച്ചേക്കും. ഇരുവശത്തു നിന്നും പോസിറ്റീവ് സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ റഷ്യയെ ചൊല്ലി ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ ട്രംപിന്റെ താരിഫ് ഭീഷണിക്ക് യൂറോപ്യൻ യൂണിയന്റെ പിന്തുണ ലഭിക്കാൻ സാധ്യതയില്ല എന്ന വാർത്ത പുറത്തു വരുന്നതും ഇന്ത്യയെ സംബന്ധിച്ച് പോസിറ്റീവായി തന്നെ കാണാം. ഇനി മറ്റൊരു മുഖ്യമായിട്ടുള്ള വാർത്ത കൂടി ഇന്നലെ പുറത്തു വന്നത് ഇന്ത്യയുടെ 2026 സാമ്പത്തിക വർഷത്തെ GDP വളർച്ചാ പ്രവചനം 6.9%. മുൻപ് അത് 6.5% ഫിച്ച് നിശ്ചയിച്ചിരുന്നത്. ഒന്നാം പാദത്തിലെ ശക്തമായിട്ടുള്ള വളർച്ചയും ഉപഭോഗം വർദ്ധിപ്പിച്ച GST നിരക്ക് വെട്ടിക്കുറയ്ക്കലുമാണ് ഇതിന് സഹായകമായത്. മറ്റൊരു മുഖ്യമായിട്ടുള്ള വാർത്ത കൂടി ഇന്ന് ഫോക്കസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് 7,616 കോടി രൂപയുടെ പദ്ധതികൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. ബീഹാറിൽ 4,447 കോടി രൂപയുടെ ഹൈവേ പ്രൊജക്റ്റും ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നിവയെ ബന്ധിപ്പിക്കുന്ന 3,169 കോടി രൂപയുടെ റെയിൽവേ ലൈനുമാണ് ഇന്നലെ അംഗീകാരം ലഭിച്ചത്. അടുത്തതായി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ ഓഗസ്റ്റ് മാസത്തിൽ ഒരു ചെറിയ ഇടിവുണ്ടായിരിക്കുന്നു. ഇക്വിറ്റി ഇൻഫ്ലോയിൽ 22% ഇടിവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ലാർജ് ക്യാപ് ഫണ്ടുകളിൽ 33.4% വർധനമുണ്ടായപ്പോൾ സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ 23% ഇടിവും ഈ കാലയളവിൽ, അതായത് ഓഗസ്റ്റ് മാസത്തിൽ വന്നിരിക്കുന്നു. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി ഫണ്ട് ഇൻഫ്ലോയിൽ ജൂലൈ മാസത്തിലെ ശക്തമായ വളർച്ചയ്ക്ക് ശേഷം ഒരു ഇടിവാണ് ഇപ്പോൾ കാണുന്നത്. അടുത്തതായി ഫെസ്റ്റിവൽ സീസൺ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 20% വർധനവ്, അതായത് 5.2 ദശലക്ഷം യൂണിറ്റുകളുടെ റെക്കോർഡ് വിൽപ്പനയാണ് കാർ ഡീലർമാർ പ്രതീക്ഷിക്കുന്നത്. ഓട്ടോ സ്റ്റോക്കുകൾക്കും അനുബന്ധ മേഖലകളെയും സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണിത്. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് US-ലെ പണപ്പെരുപ്പം പ്രതീക്ഷിച്ചതിലും താഴ്ന്നു. ഫെഡറൽ റിസർവ് അടുത്ത ആഴ്ച പലിശ നിരക്ക് കുറയ്ക്കും എന്നുള്ള പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തതോടെ S&P 500-ഉം നാസ്ഡാക്കും പുതിയ റെക്കോർഡ് ഹൈ ആണ് ഇന്നലെയും ടച്ച് ചെയ്തത്. ഇന്നലെ വലിയ നേട്ടമുണ്ടാക്കിയ ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് പറയുന്നത്. ക്ലൗഡ് സേവനങ്ങൾക്കുള്ള AI സ്ഥാപനങ്ങളിൽ നിന്നുള്ള ആവശ്യം കുതിച്ചുയർന്നുവെന്ന് കമ്പനി റിപ്പോർട്ട് ചെയ്തതോടെ 1992 ശേഷമുള്ള ഏറ്റവും വലിയ ഉയർച്ചയിൽ ഒറാക്കിൾ ഓഹരികൾ ഏകദേശം 36% ഉയർന്നു. കൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റോക്കുകളും നല്ല നേട്ടമാണ് ഉണ്ടാക്കിയത്. എൻവിഡിയ 3.8% ഉയർന്നു. ബ്രോഡ്കോം 10% ഉയർന്നു. അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസസ് 2.4% നേട്ടവും ഉണ്ടാക്കി. അടുത്തതായി US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ഇൻഫോസിസ് 0.18% ഇടിഞ്ഞു. വിപ്രോ 1.44% ഉയർന്നു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.47% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 0.63% നേട്ടമാണ് ഉണ്ടാക്കിയത്. ഡോക്ടർ റെഡ്ഡി ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ക്ലോസ് ചെയ്തു. മറ്റ് അസറ്റ് ക്ലാസുകളിലേക്ക് വന്നാൽ ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ്കോയിൻ $114,000 ട്രേഡ് ചെയ്യുന്നത്. സ്പോട്ട് ഗോൾഡ് ഇന്നലെ 0.6% നേട്ടമാണ് ഉണ്ടാക്കിയത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 81,040 രൂപയാണ്. ഓയിൽ പ്രൈസുകളിലേക്ക് ഖത്തറിലെ ഇസ്രയേൽ ആക്രമണം തന്നെയാണ് ഇന്നലെ ഓയിൽ പ്രൈസുകൾ 1% മുകളിൽ ഉയരാൻ കാരണമായത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 0.18% ഇടിവിലും WTI ഫ്യൂച്ചേഴ്സ് 0.05% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റാണ്. ഇന്നത്തെ മുഖ്യമായിട്ടുള്ള ഒരു വാർത്ത ഇത് തന്നെയാണ്. ഇന്ത്യയും US-ഉം തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള സാധ്യതകൾ പുതിയ വഴികൾ തുറന്നു കഴിഞ്ഞു. ഉഭയകക്ഷി വ്യാപാര കരാർ പുനർജീവിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രധാനമന്ത്രി മോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബന്ധം ശക്തിപ്പെടുന്നതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ കൈമാറി. ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇന്ത്യ ചർച്ചകൾക്ക് അടുത്ത ആഴ്ച വാഷിംഗ്ടണിലേക്ക് പോകും. ഏകപക്ഷീയമായ കരാറുകളല്ല, വിജയിക്കാവുന്ന കരാറുകളാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇതിനിടയിൽ ഇന്നലെ ഉക്രൈനെതിരെ റഷ്യയെ സമ്മർദ്ദത്തിലാക്കാൻ ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ 100% തീരുവ ചുമത്താൻ തയ്യാറാകണമെന്ന് ട്രംപ് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെടുകയുണ്ടായി. ഏതായാലും ട്രംപിന്റെ അഭ്യർത്ഥനകൾക്ക് യൂറോപ്യൻ യൂണിയൻ സമ്മതിക്കാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഏതായാലും ഇപ്പോഴത്തെ ഈ ഒരു ഡെവലപ്മെന്റ്സ് വളരെ പോസിറ്റീവായി തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് കാണാവുന്നതാണ്. ഇന്ന് ഫോക്കസിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ജോൺസണിൽ നിന്ന് സ്റ്റുഗ്രോൺ ബ്രാൻഡ് $50.5 മില്യൺ കമ്പനി വാങ്ങി. 18 രാജ്യങ്ങളിലാണ് കമ്പനിയുടെ പ്രവർത്തനമുള്ളത്. അടുത്തത് ജൂപ്പിറ്റർ വാഗൺസ് എന്ന കമ്പനിയാണ്. സബ്സിഡറി 9,000 ആക്സലുകൾ വിതരണം ചെയ്യുന്നതിന് റെയിൽവേയിൽ നിന്നും 113 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. അടുത്തതും ഒരു റെയിൽവേ സെഗ്മെന്റിൽ നിന്നുള്ള കമ്പനിയാണ് RVNL. മധ്യപ്രദേശിലെ ഭോപ്പാൽ ഡിവിഷനിൽ നിന്ന് 169.5 കോടി രൂപയുടെ റെയിൽവേ പദ്ധതിക്ക്
കമ്പനിക്ക് പുതിയ ഓർഡർ ലഭിച്ചു. അടുത്ത ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയാണ്. യു പിയിലും രാജസ്ഥാനിലും 89 കോടി രൂപയുടെ ടോൾ പിരിവ് പദ്ധതികൾ കമ്പനി നേടി. അടുത്ത മസ്ഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ആണ്. സബ്മറൈൻ പ്രൊജക്ട് P75I-നായി നാവികസേനയുമായി ചർച്ചകൾ ആരംഭിച്ചു. അടുത്ത റെയ്റ്റ് ഗെയിൽ ട്രാവൽ എന്ന കമ്പനിയാണ്. അമർപ്രീത് സിംഗിനെ ചീഫ് കസ്റ്റമർ ഓഫീസറായി കമ്പനി സെപ്റ്റംബർ 22 മുതൽ നിയമിക്കുന്നു. അടുത്ത ബജാജ് ഹോൾഡിംഗ്സ് എന്ന കമ്പനിയാണ്. ബോർഡ് സെപ്റ്റംബർ 16 ഇടക്കാല ലാഭവിഹിതം പരിഗണിക്കുന്നതിനായി ബോർഡ് യോഗം ചേരും. അടുത്ത കീസ്റ്റോൺ റിയൽ എസ്റ്റേറ്റ്സ് എന്ന കമ്പനിയാണ്. NCD വഴി 375 കോടി രൂപ കമ്പനി സമാഹരിക്കും. അടുത്ത ബയോകോൺ എന്ന കമ്പനിയാണ്. ന്യൂജേഴ്സിയിൽ അതിൻ്റെ ആദ്യത്തെ US നിർമ്മാണ യൂണിറ്റ് കമ്പനി ആരംഭിക്കുന്നു. അടുത്തതായി F&O സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്ക് RBL ബാങ്ക് മാത്രമാണ്. ഇന്നത്തെ കുറച്ച് പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ ബിഗിനേഴ്സിനായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു നമ്പർ നൽകിയിട്ടുണ്ട്. ആ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെൻ്റൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച്, ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച്, അങ്ങനെ എല്ലാ രീതിയിലുമുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനായി ഇപ്പോൾ തന്നെ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. ഇന്നലെ FIS 116 കോടി രൂപയ്ക്ക് മാത്രമാണ് സെല്ല് ചെയ്തത്. അതിന് തൊട്ട് മുൻപുള്ള ചൊവ്വാഴ്ചത്തെ ദിവസം പോസിറ്റീവിലുമായിരുന്നു FIS ഉണ്ടായിരുന്നത്. അതായത് അവരുടെ ആക്ടിവിറ്റിയിൽ ഒരു മാറ്റം വരുന്നു എന്നത് നമുക്ക് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് തന്നെ കാണാം. DIS ആവട്ടെ ഇന്നലെ 5004 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ജപ്പാൻ മാർക്കറ്റ് നിക്കി പോസിറ്റീവിലാണ് 0.81% നേട്ടത്തിൽ. സിംഗപ്പൂർ മാർക്കറ്റ് 0.11% നേട്ടത്തിൽ. ഹോങ്കോങ് മാർക്കറ്റ് 0.97% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 25,091 എന്ന നിലയിൽ 18 പോയിന്റ്സ് ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 15 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് സാധ്യതയുള്ളത്. ഇന്നത്തെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം. ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. 24,973 105 പോയിന്റ്സ് ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്നലെ നിഫ്റ്റിയിൽ ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഇന്നലെ നിഫ്റ്റിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്, സെപ്റ്റംബർ 4 ഹൈ ആയിട്ടുള്ള 24,980 മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഡെയിലി ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ നിഫ്റ്റി വീണ്ടും ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിൽ ക്ലോസിംഗ് വെക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അത് ആ ട്രെൻഡ് ലൈനിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ 24,980 താഴെ ആയിട്ടാണ് ഇന്നലത്തെ ക്ലോസിംഗ് വെച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗ് 24,973 എന്ന് പറഞ്ഞു. ഇനി ഏതായാലും ഒരു ഡെയിലി ക്ലോസിംഗ് നമ്മളിപ്പോൾ പറഞ്ഞ 24,980 മുകളിലും ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡ് ലൈനിന് മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിംഗ് കൂടി വെക്കുകയാണെങ്കിൽ ഒരു പോസിറ്റിവിറ്റി ആയിട്ട് തന്നെ നമുക്ക് കാണാം. കൂടാതെ സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള 25,000 മുകളിലായിട്ട് ഒരു ക്ലോസിംഗ് വെക്കാനും ഇന്നലെ സാധിച്ചിട്ടില്ല. അതും ചെറിയൊരു നെഗറ്റിവിറ്റി ആയിട്ട് നമുക്ക് കാണാം. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 25,000 സ്ട്രൈക്കിൽ 338% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പ് ആണ്. കോൾ സൈഡിൽ 71% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണ് കാണുന്നത്. 24,950 സ്ട്രൈക്കിൽ 1,244% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 73% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണ് കാണുന്നത്. 25,050 സ്ട്രൈക്കിൽ 411% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 124% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണ് കാണുന്നത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 54,536 320 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി നമ്മൾ പറഞ്ഞ ആ ഒരു ക്രൂഷ്യൽ സോണിന് മുകളിലായിട്ട് ക്ലോസിംഗ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ തന്നെയാണ്. അത് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെയാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്. ഇനി ഇന്നലത്തെ ക്യാൻഡിൽ എന്ന് പറയുന്ന ഒരു ഡോജി ക്യാൻഡിലായിരുന്നു, ഒരു പോസിറ്റീവ് ക്യാൻഡിൽ അല്ല ഇന്നലെ ഫോം ആയിട്ടുള്ളത്. തിരികെ ഈ സോണിലേക്ക് വീണ്ടും വരുന്നുണ്ടോ എന്ന് തന്നെയാണ് നമ്മൾ പിന്നീട് ഒന്നുകൂടി ഒന്ന് വാച്ച് ചെയ്യേണ്ടത്. ബാങ്ക് നിഫ്റ്റിയിൽ 4 ദിവസമായിട്ടൊരു കൺസോൾട്ടേഷനാണ് നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഒരു ബ്രേക്ക് ഔട്ട് ഇന്നലെ ലഭിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 55,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 54,500-ഉമാണ്. ഇനി മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ഫെസ്റ്റിവൽ ഓഫർ ഇപ്പോഴും തീർന്നിട്ടില്ല. ഈ ഓഫർ എന്ന് പറയുന്നത് നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ
ഇപ്പോൾ 3 മാസത്തേക്ക് ജോയിൻ ചെയ്യാൻ വെറും 1299 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. അതും 55% ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു അവസരമാണിത്. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിട്ടുള്ളത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.